വിവാദങ്ങളൊക്കെ മോഹൻലാലിനെ പിടിച്ചുകുലുക്കിയെങ്കിലും മോഹൻലാലിന്റെ സിനിമകളൊക്കെ പരാജയപ്പെട്ടെങ്കിലും ഒരു 2 ചിത്രങ്ങൾ കൊണ്ട് മോഹൻലാൽ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എമ്പുരാനും തുടരും എന്ന ചിത്രം. ഈ 2 ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയ പ്രകടനം മറ്റേതൊരു ചിത്രത്തെയും സ്വപ്നം കാണിക്കുന്ന രീതിയിലായിരുന്നു. മോളിവുഡിനെ തന്നെ മറ്റൊരു ലെവലിലേക്ക് എത്തിച്ച ചിത്രങ്ങളായി മാറി. തുടരും അതിനപ്പുറവും സഞ്ചരിച്ചു. എമ്പുരാൻ ബോക്സ് ഓഫീസിൽ ചരിത്രം ആണ് രേഖപ്പെടുത്തിയത്. ഇതിനെ മറികടക്കുക എന്നത് അസാധ്യമെന്ന രീതിയിലേക്ക് എമ്പുരാൻ എന്ന ചിത്രം സഞ്ചരിച്ചിരുന്നു. തുടരും വന്നപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു വമ്പൻ വിജയമാണ് മോഹൻലാലിനെ സമ്മാനിച്ചത്. മോഹൻലാലിന്റെ ഉള്ളിലെ ആ നടനെ പുറത്തു കൊണ്ടുവരികയും ആ നടനെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുകയും ചെയ്തു ഈ തലമുറയിലുള്ള പ്രേക്ഷകർ. ഇതൊക്കെ മോഹൻലാലിന് വലിയ ഗംഭീര നേട്ടങ്ങൾ സമ്മാനിക്കുമ്പോഴും മോഹൻലാലിന് ഇതിനു മുമ്പ് വലിയ പ്രതീക്ഷയോടെ വന്ന സിനിമകൾ അത്ര ബോക്സ് ഓഫീസിൽ ശോഭിച്ചില്ലെങ്കിലും അത് പിന്നീട് ടിവിയിലും OTT പ്ലാറ്റ്ഫോമിലും ഇറങ്ങി അതിന് ഗംഭീര ഒരു റേറ്റിംഗ് കിട്ടി എന്നതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന റിപ്പോർട്ട്. അതിലൊന്ന് ബറോസ് തന്നെയായിരുന്നു. മോഹൻലാലിന്റെ ആദ്യ സംവിധാനത്തിലെത്തിയ ബറോസ് വേണ്ടത്ര രീതിയിൽ നിരൂപക പ്രശംസയും നേടിയില്ല, വലിയ വിജയവും ആയില്ല തിയേറ്ററുകളിൽ. എന്നാൽ അത് ടെലികാസ്റ്റ് വിവരങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഏഷ്യാനെറ്റിലൂടെ ടെലികാസ്റ്റ് ചെയ്ത ബറോസ് എന്ന ചിത്രത്തിന്റെ TVR പോയിന്റുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. 4.92 TVR പോയിന്റുകളാണ് പ്രീമിയർ ടെലികാസ്റ്റ് ബറോസിന്റേതായി നടന്നപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടിയ ഒരു റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നതും മോഹൻലാലിന്റെ പ്രീതി എങ്ങും പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ റേറ്റിംഗും. കാരണം ഇതിനു മുമ്പ് ഏറ്റവും വലിയ വിജയങ്ങളായി മാറിയ പല ചിത്രങ്ങളും പ്രീമിയർ ഷോ നടത്തിയപ്പോൾ പോലും ഇത്രയും റേറ്റിംഗ് വന്നിട്ടില്ല. ഏറ്റവും വലിയ അഭിപ്രായം നേടിയ മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം പോലും പ്രീമിയർ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ റേറ്റിംഗ് വന്നത് 2.70 TVR പോയിന്റുകളാണ്. അവിടെയാണ് ബറോസിന് 4.92 TVR പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നതും. ബാക്കി വലിയ വലിയ ഹിറ്റുകളായ പല സിനിമകൾക്കും TVR പോയിന്റുകൾ ലഭിച്ചത് ഇതിനേക്കാളും വളരെ കുറവാണ്. കൂടാതെ ഇപ്പോൾ ലേറ്റസ്റ്റായി വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് എമ്പുരാൻ എന്ന സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ എമ്പുരാൻ സ്ട്രീമിംഗ് മിനിറ്റ്സുകൾ 75 മില്യന് മുകളിൽ കടന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. ഈ വീക്കിലെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 75 മില്യൺ കടന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കാഴ്ചക്കാരെയാണ് എമ്പുരാൻ സ്ട്രീം ചെയ്തപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഇതും വലിയൊരു വിജയം തന്നെയാണ്. ബോക്സ് ഓഫീസിലും OTT പ്ലാറ്റ്ഫോമിലും ഗംഭീര വിജയം ഈ ചിത്രം നേടിയിരിക്കുന്നു. വലിയ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരുമെന്നാണ് എല്ലാവരും പറഞ്ഞതെങ്കിലും വലിയ നെഗറ്റീവ് ഒന്നും വന്നില്ല. ചിത്രത്തെ ഏറ്റെടുക്കുകയായിരുന്നു പ്രേക്ഷകർ. കൂടാതെ എമ്പുരാന്റെ ഹിന്ദി വെർഷനും സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു വെല്ലുവിളിക്കുന്ന കഥാപാത്രത്തെ മോഹൻലാലിന് കൊടുത്തതിലൂടെ നമ്മളെല്ലാം കാത്തിരുന്ന ഒരു മോഹൻലാലിനെ നമുക്ക് കിട്ടുകയായിരുന്നു. ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ വെല്ലുവിളിക്കുന്ന, ലാലേട്ടനെ തന്നെ ആവേശം ഉണ്ടാക്കുന്ന, ലാലേട്ടൻ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത കഥാസന്ദർഭങ്ങൾ ഉണ്ടാകുന്ന ഒരു സിനിമ വേണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് തരുൺ മൂർത്തിയും വ്യക്തമാക്കുന്നത്. കാരണം മോഹൻലാൽ എന്ന നടൻ ചെയ്തു ഫലിപ്പിച്ച കഥാപാത്രങ്ങൾ ഒരു വലിയ നിര തന്നെയുണ്ട്. ഇതിൽ എന്ത് പുതിയതാണ് ഇനി മോഹൻലാലിന് കൊടുക്കേണ്ടത് എന്ന ചിന്ത വരുമ്പോഴാണ് നമ്മൾ സിനിമാക്കാർ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആകുന്നത്. കാരണം 363ഓളം സിനിമകൾ ചെയ്ത ഒരു മനുഷ്യന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എനിക്ക് തുടരുമിൽ പോലും അങ്ങനെ വ്യത്യസ്തമായ കഥാസന്ദർഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആകെ കൂടി ഞാൻ ലാലേട്ടനോട് ചോദിച്ചു, ലാലേട്ട ഇക്കിളിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന്. അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ഈ സീനിൽ ഒരു ഇക്കിളിട്ട് അഭിനയിക്കാം. ബിവറേജിന്റെ മുന്നിൽ പോയി ക്യൂ നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ സിനിമയിൽ നമുക്ക് ക്യൂ നിൽക്കാം എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ടാക്സി ഡ്രൈവറായി നിൽക്കുന്നു. ടാക്സി ഡ്രൈവറായി അപ്പു പോലുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ലാലേട്ടൻ ചെയ്യാത്തത് എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇനി ഒന്നും ചൂണ്ടിക്കാണിക്കാൻ ഇല്ല. ഇത് തരുൺ മൂർത്തിയുടെ വാക്കുകളായിരുന്നു. എന്നാൽ തരുൺ മൂർത്തി ഈ സിനിമയിലൂടെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മോഹൻലാൽ ചെയ്യുന്ന ചില മാനറിസങ്ങൾ ഇതിൽ കൊണ്ടുവന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, ഒരു സാധാരണക്കാരനായ മോഹൻലാലിനെ നമ്മൾ കണ്ടു. ആ സാധാരണക്കാരനെ നമ്മൾ ആഘോഷിക്കുകയായിരുന്നു. അതാണ് ഇത്ര വലിയ ഹിറ്റാകാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞതും. ഇങ്ങനെ ഒരു മോഹൻലാലിനെ തന്നതിന് വലിയ രീതിയിൽ തരുൺ മൂർത്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ ഇപ്പോഴും എത്തുന്നുണ്ട്. ഇപ്പോഴും ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ബോക്സ് ഓഫീസിൽ ഡിസ്ട്രിബ്യൂഷൻ ഷെയർ മാത്രം 50 കോടിക്ക് അടുത്ത് എത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ട്രാക്കർമാർ നൽകുന്നത്. ആദ്യമായാണ് ഒരു ചിത്രം എമ്പുരാന് ശേഷം ഇത്രയും വലിയൊരു ഷെയർ വരുന്ന ഒരു ചിത്രമായി മാറുകയാണ് തുടരുമെന്ന ചിത്രം. മെയ് 22 കഴിഞ്ഞ ദിവസം തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 86 ലക്ഷമാണ് സ്വന്തമാക്കിയത്, മറ്റേത് സിനിമയെക്കാളും കൂടുതൽ. കൂടാതെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും തുടരുമെന്ന ചിത്രം 114.37 കോടി ഇതുവരെ നേടിയിട്ടുണ്ട്. ഇന്ന് പുതിയ സിനിമകൾ ഇറങ്ങിയ സമയത്ത് പോലും തുടരുമെന്ന ചിത്രത്തിന് ഗംഭീര റെസ്പോൺസ് ആണ് ബുക്ക് മൈ ഷോയിലൂടെ നോക്കിയാൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ബുക്ക് മൈ ഷോയിൽ തന്നെ 17.84K ടിക്കറ്റുകളാണ് 24 മണിക്കൂറിൽ തുടരുമെന്ന ചിത്രം വിറ്റിരിക്കുന്നതും. കൂടാതെ ഇന്നിറങ്ങിയ നരിവേട്ട, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നീ സിനിമകൾക്ക് മികച്ച റെസ്പോൺസും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് തരുൺ മൂർത്തിയും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും എത്തിയിരുന്നു. കാരണം ചിത്രത്തിലെ ഒരു BTS വീഡിയോ നമുക്ക് കാണിച്ചുകൊണ്ടാണ് അവർ എത്തിയത്. ഇതിൽ തന്നെ ആ സാധാരണക്കാരനായ മോഹൻലാലിനെ നമ്മൾ ഇതുവരെ കാണാത്ത ചില മാനറിസങ്ങളിലൂടെ കാണിക്കുന്നുണ്ട്. തരുൺ മൂർത്തി നേരത്തെ പറഞ്ഞതുപോലെ ഈ സീനൊക്കെ മോഹൻലാൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്യാം എന്ന രീതിയിൽ കാണിച്ച ചില സീനുകൾ. മോഹൻലാലും ശോഭനയും ഉൾപ്പെടുന്ന ഒരു സീനിന്റെ മേക്കിംഗ് വീഡിയോ അത് ഗംഭീരമായി പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു ബാത്റൂമിന് മുന്നിലുള്ള സീൻ തരുൺ മൂർത്തി മോഹൻലാലിനും ശോഭനയ്ക്കും വിവരിച്ചു കൊടുക്കുന്നതും തുടർന്ന് ആ സീൻ ഇരുവരും അഭിനയിക്കുന്നതുമാണ് വീഡിയോയിൽ ഉള്ളത്. മികച്ച അഭിപ്രായങ്ങളാണ് ഈ മേക്കിംഗ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു
മോഹൻലാലിനെയും ശോഭനയും നമ്മൾ കണ്ടിട്ടില്ല. അത് തരുൺ മൂർത്തി ഓരോ സീനുകളിലും കാണിച്ചു തരികയാണ്. കാണുമ്പോൾ അയ്യേ ഇത്രേ ഉള്ളോ, ഇത് സിമ്പിൾ അല്ലേ എന്ന് തോന്നും. വേറൊന്നും കൊണ്ടല്ല, ചെയ്ത് കാണിച്ചത് ലാലേട്ടനും ശോഭനയും ആയതുകൊണ്ടാണ് എന്നാണ് ഒരു പ്രേക്ഷകന്റെ കമന്റ്. പടത്തിൽ ഒരു പാട്ടിനിടയ്ക്ക് നിമിഷ നേരം കൊണ്ട് വന്നു പോകുന്ന ചെറിയൊരു സീൻ അതുപോലും എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് തരുൺ പറഞ്ഞു കൊടുക്കുന്നത്. അത് സിമ്പിളായി ലാലേട്ടനും ശോഭനയും ചെയ്യുന്നതും എന്നാണ് മറ്റൊരു ആരാധകന്റെ കമന്റ്. അശ്വത് മാരിമുത്തുവിന്റെ ഡ്രാഗൺ എന്ന സിനിമയിൽ പ്രദീപ് രംഗനാഥനൊപ്പം അഭിനയിച്ചതിലൂടെയാണ് നടി കയാതു ലോഹർ പ്രശസ്തയായത്. അടുത്ത നാഷണൽ ക്രഷ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കയാതു ഇപ്പോൾ തമിഴ്നാട്ടിലെ ടാസ്മാക് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ED അന്വേഷണ നിഴലിലാണ് എന്നാണ് മിഡ് ഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ മുതൽ ഈ വാർത്ത വലിയ കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. എല്ലാവരും ഈ നടിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞോ എന്ന രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഹെഡ്ലൈനുകൾ കൊടുത്താണ് വാർത്തകൾ എത്തിയത്. ടാസ്മാക് അഴിമതിയുമായി ബന്ധപ്പെട്ട് കയാതു EDയുടെ നിരീക്ഷണത്തിലാണെന്ന് റിപ്പോർട്ട് അവകാശപ്പെടുന്നു. ഈ കേസിൽ നടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ടാസ്മാക് കേസിൽ റെയ്ഡിൽ പിടിക്കപ്പെട്ട വ്യക്തികൾ അവരുടെ പേര് വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ കുറ്റാരോപിതർ നടത്തിയ നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ കയാതു 35 ലക്ഷം രൂപ വാങ്ങിയതായും റിപ്പോർട്ട് അവകാശപ്പെടുന്നു. തമിഴ്നാട്ടിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മദ്യവിൽപ്പന കമ്പനിയായ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിയാണ് ടാസ്മാക് അഴിമതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അതേസമയം ഈ കേസിൽ ED ഇടപെടൽ എല്ലാ പരിധികളും ലംഘിക്കുകയും ഫെഡറൽ ഭരണസങ്കല്പത്തെ ലംഘിക്കുകയും ചെയ്യുന്നുവെന്ന് സുപ്രീം കോടതി വ്യാഴാഴ്ച അഭിപ്രായപ്പെട്ടതായി PDA റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഴിമതി ആരോപണത്തെ തുടർന്ന് ടാസ്മാക്കിനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണവും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ഫേസ് സീസൺ 12 വിജയിച്ചതിന് ശേഷം 2021 കന്നഡ ചിത്രമായ മുഗിൽപേട്ടയിലൂടെയാണ് കയാതു അഭിനയ രംഗത്ത് പ്രവേശിച്ചത്. 2022 19-ാം നൂറ്റാണ്ടും അല്ലൂരി എന്നിവയിലൂടെ മലയാളത്തിലും തെലുങ്കിലും അരങ്ങേറ്റം കുറിച്ചു. പിന്നീടാണ് തമിഴിലേക്ക് എത്തുന്നത്. അവിടെ വമ്പൻ വിജയമാണ് കയാതു നേടിയെടുത്തത്. പിന്നീട് ഒരു നാഷണൽ ക്രഷ് ലെവലിലേക്ക് അവർ വളരുകയും ചെയ്തു. അതിന് പിന്നോടിയാണ് ഇപ്പോൾ ഒരു അഴിമതി കേസും പുറത്തു വരുന്നത്. ഇത് വലിയ വാർത്തയായിട്ടുണ്ട്.